ബാലരാമപുരത്തേക്ക് തന്നെയാണ്. റഹീസ്, ഈ പോലീസ് നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായല്ലോ അല്ലേ? ഫോറൻസിക് ഉദ്യോഗസ്ഥരാണോ എത്തുന്നത്? ഫോറൻസിക്കിന്റെ സയന്റിഫിക് ഉദ്യോഗസ്ഥ ലീനയാണ് ഈ കടന്നു പോകുന്നത്. അതായത് ഫോറൻസിക്കിന്റെ ഇനി ഫോറൻസിക് സർജന്മാർ മാത്രം വന്നാൽ മതി. മറ്റ് ഉദ്യോഗസ്ഥർ ഫോറൻസിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോറൻസിക് സർജന് മുമ്പുള്ള ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി തീരുമാനിക്കുന്ന സയന്റിഫിക് ഓഫീസർ ലീനയാണ് ഈ കടന്നു പോകുന്നത്. അതായത് ഫോറൻസിക്കിന്റെ ഏതാണ്ട് ഉദ്യോഗസ്ഥർ ഇനി സർജന്മാർ ഒഴികെയുള്ള ബാക്കി ആളുകളെല്ലാം ഇതിനകം തന്നെ എത്തി. ഇപ്പോൾ ഏറ്റവും പുതുതായി നമ്മൾ മനസ്സിലാക്കുന്നത് 7 മണിക്ക് ശേഷം 8 മണി വരെ പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 8 മണിക്ക് മുമ്പ്, അതായത് 7 മണിക്ക് ശേഷം തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് അനൗദ്യോഗികമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ 7 മണി എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ CIയുടെ പ്രതികരണം വരും. അതൊക്കെ അറിയോട് തീരുമാനിക്കുന്നത്. സാർ, ഇത് ഈ മൃതദേഹം ഇവിടെ തന്നെ നടപടികൾ പൂർത്തിയാക്കും, അല്ല മെഡിക്കൽ പറയാൻ പറ്റില്ല. ഡോക്ടേഴ്സ് വന്നിട്ട് പറയാൻ പറ്റും. എത്ര മണിയോടുണ്ട്? ടൈം കിട്ടിയിട്ടില്ല. നെയ്യാറ്റിൻകര CI ആണ് അദ്ദേഹം ജസ്റ്റ് എല്ലാം RDO തീരുമാനിക്കും, ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. നമുക്ക് ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് 8 മണി വരെ നടപടിക്രമങ്ങൾ നീളില്ല. ഏതാണ്ട് 7 മണി കഴിഞ്ഞ ഉടൻ തന്നെ സ്ലാബ് പൊളിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്ന് മനസ്സിലാക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സുരക്ഷയും ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. ഒപ്പം ഫോറൻസിക്കിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു. ഇനി ഫോറൻസിക്കിൻ്റെ 2 സർജന്മാർ മാത്രമാണ് എത്തേണ്ടത്. ഏറ്റവും പ്രധാനമായി ഇനി എത്തേണ്ടത് തിരുവനന്തപുരം സബ് കളക്ടർ കൂടിയായ RDO OV ആൽഫ്രഡ് ആണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഇവിടുത്തെ ഈ സ്ലാബ് പൊളിക്കൽ നടപടികൾ നടക്കുക. സ്ലാബ് പൊളിച്ചതിന് ശേഷം ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ആ കാണുന്ന നീല ടാർപ്പായിട്ട് മാധ്യമങ്ങളോട് വീണ്ടും DYSP ഓക്കെ. അതായത് മാധ്യമപ്രവർത്തകരോട് ഈ പ്രദേശത്ത് നിന്ന് നീങ്ങണം, ഏതാണ്ട് ഒരു 200 മീറ്റർ അകലേക്ക് നീങ്ങണം എന്ന നിർദ്ദേശമാണ് എസ് ഷാജി, നെയ്യാറ്റിൻകര DYSPയും ഒപ്പം നെയ്യാറ്റിൻകര സ്റ്റേഷൻ SHOയും CIയും ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും രാവിലെ തന്നെ വന്നപ്പോൾ നമ്മളോട് അവർ അക്കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ ഏതാണ്ട് ഒരു 200 മീറ്റർ അപ്പുറത്ത് നിൽക്കണം എന്ന നിർദ്ദേശം അവർ നമുക്ക് നൽകിയിരുന്നു. അത് വീണ്ടും മാധ്യമങ്ങളോട് ആവർത്തിക്കുകയാണ് നെയ്യാറ്റിൻകര DYSPയും SHOയും ചെയ്തത്. ഇനി വരാനുള്ള ഫോറൻസിക് സർജൻ ഒപ്പം RDO ഇവരെത്തിയതിന് ശേഷം നടപടിക്രമങ്ങൾ തുടങ്ങും എന്ന് മനസ്സിലാക്കുന്നു. ഡേ ലൈറ്റിലാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും നടക്കേണ്ടത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഡേ ലൈറ്റ് നന്നായി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഏത് നിമിഷവും സ്ലാബ് പൊളിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. 2 പ്രധാനപ്പെട്ട ആളുകൾ വരാനുണ്ട്. ഒന്ന് RDO ആണ്, മറ്റൊന്ന് ഫോറൻസിക് സർജനാണ്. ശരി, ഉദ്യോഗസ്ഥർ വേഗം എത്തുമെന്ന് കരുതുകയാണ്. 8 മണിയുടെ മുൻപ് തന്നെ ഇത് പൊളിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റഹീസ് അവിടെ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉള്ളത്.